ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരത്ത് ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അടുത്ത എന്ത് ആഘോഷമാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ പൂജവയ്പ്പ്. അതിനായിട്ട് എവിടെയാണ് ഈ ഒരുക്കങ്ങളെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് നമ്മുടെ പൂജപ്പുരയിലാണ് കേട്ടോ. പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ 10 ദിവസം ഇനി ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടെ ഭയങ്കര വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം 2-3 ദിവസം മുന്നേ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഘോഷയാത്ര ഇങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നാളെ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതാണ് ഈ ഘോഷയാത്രയും അപ്പോൾ മേളങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ സരസ്വതി മണ്ഡപത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഒത്തിരി കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ വച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇന്ന് രാത്രി തന്നെ മിക്കവാറും ശരിയാവും, എല്ലാം സെറ്റാവും. അത്രയ്ക്ക് ധൃതി പിടിച്ച് എല്ലാവരും എല്ലാ റൈഡുകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഷോപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റാളുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി വന്നും തുടങ്ങി. ഒത്തിരി പേര് സാധനം വാങ്ങാനൊക്കെ നിൽക്കുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും കയറിയതേ ഇല്ല കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിനകത്തൊന്നും കയറിയിട്ടില്ല. ഗ്രൗണ്ടിൽ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഈ മരണക്കിണറെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. അപ്പം ഞാനത് ഒരു ദിവസം എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് പോയി എല്ലാം കണ്ട് വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തൊക്കെയായി വിശേഷങ്ങളെന്നൊക്കെ അറിയാനായിട്ട് പോയതാണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് അധികം വെട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അധികം വീഡിയോസ് ക്ലിയർ ഇല്ലാത്തത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര വലിയ സ്റ്റോളൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നതും. ഞാൻ മോനും കൂടിയാണ് പോയത്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് കവർ ചെയ്തു. അവിടെ റോഡിലും അവിടെ ചുറ്റുപാട് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. ഓണാഘോഷം പോലെ തന്നെ, പൊങ്കാലയാണോ ഓണാഘോഷമാണോ ഒന്നും അറിയത്തില്ല, അമ്മാതിരി ലൈറ്റും അലങ്കാരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ. കഴിഞ്ഞ വർഷം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ചെറുക്കുട്ടിനൊക്കെ ജനിച്ചതുകൊണ്ട് അങ്ങോട്ട് ഒന്നും അടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ വർഷമാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറുക്കുട്ടന് ടോയ് ഒക്കെ നോക്കി. ഹോമം, മഹാസുദർശന ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കളദശമി ദിനത്തിലെ പൂജപ്പുര വിദ്യാനവും, ദർശനം, പള്ളിവേട്ട എന്നിവ മറ്റു പ്രധാന ചടങ്ങുകളാണ്. പൂജപ്പുര നവരാത്രി മഹോത്സവം പ്രമാണിച്ച് ശ്രീ സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിലും ശ്രീ ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിലുമായി രാപ്പകൽ ഭേദമന്യേ നവരാത്രി സംഗീതോത്സവം, നവരാത്രി കനകസഭ സംഗീത സദസ്സ്, നവരാത്രി പ്രഭാഷണ പരമ്പര സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളെ നമ്മൾ ഘോഷയാത്ര വീഡിയോ പോയി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ഇനി ഉണ്ടാവണം. തമിഴ്നാട്ടിൽ നിന്ന് ദേവിയും മുരുകസ്വാമിയൊക്കെ പുറത്തിറങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നാളെ ഇവിടെ
എത്തുന്നതാണ് ആനയും കുതിരയും. ഒത്തിരി പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞായിരുന്നപ്പം അമ്മയുടെ കൂടെയൊക്കെ പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സാമി വരുന്നെന്നാണ് പറയുക. അപ്പം സ്കൂളിൽ 10 ദിവസവും വ്രതമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഇപ്പം നാളെ നമ്മൾ പോയി കാണുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒന്ന് ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ഫ്രൂട്ട് സർബത്താണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ് നട്ട്സൊക്കെ, കരമനയിലാണേ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇട്ട് ഫ്രൂട്ട് മിൽക്ക് സർബത്ത് എന്നാണ് പറയുക. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ഫേമസ് ആണ് ഇവിടെ. അങ്ങനെ അത് മേടിച്ചു. അത് ഒരു ഗ്ലാസ് കുടിക്കാൻ പോലും പറ്റത്തില്ല, വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ കിട്ടുന്നത്. അത് മേടിച്ചു. പിന്നെ തൊട്ടടുത്ത കടയിൽ ബ്രെഡ് ഓംലെറ്റ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു മോന്. പിന്നെ അവിടെ തന്നെ ഒത്തിരി ടീകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത്. അവിടെ നിന്ന് മോന് എന്തോ ഒരു കാശ്മീരി എന്തോ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയ വീഡിയോസായിട്ട് വരുന്നതിനായിട്ട്